എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം +2 ലെവൽ നോട്ടിഫിക്കേഷനുകളുടെ ചാകരയാണ് വന്നിട്ടുള്ളത്. +2 ലെവൽ നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാ നോക്കിയേ. ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം ഫോഴ്സിൻ്റെ, അതായത് സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ ട്രെയിനി, എക്സൈസ് ഓഫീസർ അടക്കമുള്ള നോട്ടിഫിക്കേഷനുകളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ +2 ലെവൽ പരീക്ഷകൾ, ഫോഴ്സിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു വലിയ അവസരമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS തുടങ്ങി ഒട്ടനവധി വേക്കൻസികൾ, അതായത് ഒരുപാട് നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഫോഴ്സിൽ ജോലി നോക്കുന്ന ആളുകളെ സംബന്ധിച്ച്, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വാർത്ത വന്നിരിക്കുന്നത്. എല്ലാ പരീക്ഷകളും ഒരുമിച്ചാണ്. നിങ്ങൾ ഈ വർഷം നന്നായിട്ട് ഈ 2026 ഈ പരീക്ഷകൾക്കെല്ലാം കൂടി ഒരുങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 2026 നിങ്ങളുടെ വർഷമായിട്ട് മാറും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, ഒരുപാട് പരീക്ഷകളുണ്ട്. നിങ്ങൾ പല ലിസ്റ്റുകളിൽ ഇടം നേടുന്ന ആളുകളുണ്ട്. അവരൊക്കെ മറ്റ് ലിസ്റ്റുകളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് റാങ്കിങ്ങിലൊക്കെ താഴോട്ട് പോയാലും നിങ്ങൾ എന്ത് ചെയ്യാം, ജോലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തായാലും ഉറപ്പായിട്ടും എത്തും. അപ്പം നമ്മൾ മറ്റു സാഹചര്യങ്ങളൊന്നും നോക്കാതെ കൃത്യമായിട്ട് നിങ്ങൾ പഠനത്തിന് ഒരുങ്ങിയാൽ, കൃത്യമായിട്ട് നിങ്ങൾ പഠനം ഫോക്കസ് ചെയ്താൽ, സിലബസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി ലഭിക്കും. ഈ ഫോഴ്സ് പരീക്ഷകൾക്ക്. നിങ്ങൾക്കറിയാം ഇതിനെല്ലാം സ്പെഷ്യൽ ടോപ്പിക് ഉള്ളതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉള്ളതാണ്. ഫയർമാൻ പോലുള്ള പരീക്ഷകൾക്ക് നീന്തൽ ടെസ്റ്റ് ഉൾപ്പെടെ ഉള്ളവ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്കോ ഫിസിക്കലി അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത ആളുകൾക്കോ ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും അല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. വുമൺ പോലീസ് കോൺസ്റ്റബിൾ നമുക്ക് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണെങ്കിൽ CPO സിവിൽ പോലീസ് ഓഫീസർ നമുക്കറിയാം ബറ്റാലിയൻ വൈസ് ആണ് നിയമനം നടക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ബറ്റാലിയൻസിനും നിയമനം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന. ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നന്നായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അന്നേരം നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന നോട്ടിഫിക്കേഷൻ ഏതാണെന്ന് നോക്കിയേ. നമ്മുടെ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള വനിതാ പോലീസ്, വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ നോക്കിയേ, കാറ്റഗറി നമ്പർ 550/2025 ആണ്. 2025 550 നമ്പർ വിജ്ഞാപനമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, വനിതാ പോലീസ് കോൺസ്റ്റബിൾ വന്നിരിക്കുന്നത്. കേരള പോലീസിലേക്കാണ്. ശമ്പളം എത്രയാന്ന് നോക്കിയേ, 31,100 to 66,800 ആണ് ബേസിക് പേ സ്കെയിൽ എന്നുള്ളത് ഓർക്കുക. അതോടൊപ്പം ഒഴിവുകളുടെ എണ്ണം കൃത്യമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ നിയമനം നടക്കും ഈ വനിതാ പോലീസ് കോൺസ്റ്റബിളിൽ. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളും പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികളും ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കുവാൻ അർഹരല്ല. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിയുള്ള വനിതകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോസ്റ്റാണെന്നുള്ള കാര്യം ഓർക്കുക. ഫിസിക്കൽ മെഡിക്കൽ ഫിറ്റ്നസ് കറക്റ്റ് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഈ ലിസ്റ്റിന്റെ കാലാവധി 1 വർഷമായിരിക്കും. കാലാവധി റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വരുന്നത് മുതൽ 1 വർഷത്തേക്കായിരിക്കും ഈ ഒരു റാങ്ക് പട്ടിക. സംസ്ഥാന തലത്തിലാണ് നിയമനം നടക്കുന്നത്. നോക്കിയേ, പ്രായപരിധി 18 to 26 ആണ് പ്രായപരിധി വരുന്നത്. OBC വിഭാഗക്കാർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. OBCക്കാർക്ക്. SC/ST കാറ്റഗറിക്കാർക്കാണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC or ST ആണെങ്കിൽ 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. വിദ്യാഭ്യാസ യോഗ്യത നോക്കിയേ, ഹയർ സെക്കൻഡറി +2 പാസ്സായിരിക്കണം. +2 ആണ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള +2 ഉള്ള ആളുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. പ്രായപരിധി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശാരീരിക യോഗ്യതകൾ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഉയരം പെൺകുട്ടികൾക്ക് കുറഞ്ഞത് 157 സെന്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്ക് 150 സെന്റിമീറ്റർ ഉയരം മാത്രം മതിയായിരിക്കും. കാഴ്ചശക്തി, ദൂരക്കാഴ്ചയും സമീപ കാഴ്ചയും ഒക്കെ കൃത്യമായിരിക്കണം. 6/6 അത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് അതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് കായികക്ഷമതാ പരീക്ഷയുണ്ട്. നമുക്കറിയാം പോലീസിൽ കായികക്ഷമതാ പരീക്ഷയുണ്ട്. അപ്പം ആൺകുട്ടികളുടെ വിജ്ഞാപനം വരുമ്പോൾ ഈ അളവിൽ, അതായത് ഈ നിലവാരത്തിൽ 1 സ്റ്റാർ നിലവാരത്തിൽ മാത്രമേ മാറ്റം വരുത്തുള്ളൂ.
അപ്പോൾ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും മാറ്റം വരുത്തില്ല. 8 ഇനങ്ങളിൽ 5 ഇനങ്ങൾ പൂർത്തിയായിരിക്കണം. 8 ഇനങ്ങളിൽ 5 ഇനങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഫിസിക്കൽ പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം ഓർക്കുക. 100 മീറ്റർ ഓട്ടം 17 സെക്കൻഡ് കൊണ്ട് ഓടണം. ഹൈ ജമ്പ് 1.06 മീറ്റർ, ലോങ് ജമ്പ് 3.05 മീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 4.88 മീറ്റർ, 200 മീറ്റർ ഓട്ടം 36 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കണം. ത്രോയിങ് ദ ത്രോ ബോൾ 14 മീറ്റർ എറിയണം. ഷട്ടിൽ റേസ് ഉണ്ട് 26 സെക്കൻഡ്. സ്കിപ്പിംഗ് ഉണ്ട് 80 തവണ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്, കായികക്ഷമതാ പരീക്ഷ, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കൃത്യമായിട്ട് നടത്തിയിരിക്കും. അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷന് കൂടെ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോംസും കാര്യങ്ങളും എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേരള PSC. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും, കാരണം നമുക്ക് 20 മാർക്ക് നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉള്ള ഒരു പരീക്ഷയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നിയമനം നടക്കുന്ന പരീക്ഷ ആയതുകൊണ്ട് തന്നെ, ഫിസിക്കൽ പരീക്ഷകളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ കുറേ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ നോക്കിയേ, കാറ്റഗറി നമ്പർ എത്ര നോക്കിയേ, 563/2025 ആണ് കാറ്റഗറി നമ്പർ. കേരള പോലീസിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയെയാണ് വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിലൊന്നും മാറ്റമില്ല. 31,100 to 66,800 ആണ്. ഒഴിവുകളുടെ എണ്ണം നോക്കിയേ, ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ നിശ്ചയിക്കപ്പെടുന്നതും അഡ്വൈസുകൾ നടത്തപ്പെടുന്നതും ബറ്റാലിയന്റെ അടിസ്ഥാനത്തിലാണ്. നോക്കിയേ, തിരുവനന്തപുരം, SAP, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കാസർഗോഡ് തുടങ്ങിയ ബറ്റാലിയനുകളിൽ ഒഴിവുകളുണ്ട്. അപ്പൊ നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. നോക്കിയേ, SAP തിരുവനന്തപുരം റവന്യൂ ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ PSC ജില്ലാ ഓഫീസാണ് നിയമന ചുമതലയുള്ളത്. KP3 കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട റവന്യൂ ജില്ലകളാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലാ ഓഫീസിനാണ് നിയമന ചുമതല. അതുപോലെ KP5 കോട്ടയം, ഇടുക്കി റവന്യൂ ജില്ലകളാണ്. ഇടുക്കി ജില്ലാ ഓഫീസാണ് നിയമന ചുമതലയുള്ളത്. KP1 എറണാകുളം റവന്യൂ ജില്ലയാണ്. എറണാകുളം ജില്ലാ ഓഫീസാണ് നിയമന ചുമതലയുള്ള ഓഫീസ്. അതുപോലെ തന്നെ KP2 തൃശൂർ, പാലക്കാട് റവന്യൂ ജില്ലകളാണ്. തൃശൂർ PSC ജില്ലാ ഓഫീസാണ് നിയമന ചുമതല വഹിക്കുന്നത്. MSP മലപ്പുറം, കോഴിക്കോട് റവന്യൂ ജില്ലകൾ ആണ്. മലപ്പുറത്തെ PSC ഓഫീസാണ്, ജില്ലാ ഓഫീസാണ് നിയമന ചുമതല വഹിക്കുന്നത്. KP4 കണ്ണൂർ, വയനാട്, കാസർഗോഡ് റവന്യൂ ജില്ലകളാണ്. അപ്പൊ കാസർഗോഡ് ജില്ലയിലെ ജില്ലാ ഓഫീസാണ് അതിന്റെ നിയമന ചുമതല വഹിക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വിജ്ഞാപന പ്രകാരം ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒന്നിലധികം ബറ്റാലിയനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു ബറ്റാലിയനിലേക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ അത് സെലക്ട് ചെയ്യണം, ഏത് ബറ്റാലിയനിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു ബറ്റാലിയനിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പ്രായപരിധി 18 to 26 ആണ്. ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി എത്രയാ, 18 to 26 ആണ്. SC ST OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവുണ്ട്. OBC-ക്കാർക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ST വിഭാഗക്കാർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, യോഗ്യതകള് ഹയർ സെക്കൻഡറി +2 പാസ്സായിരിക്കണം. ഹയർ സെക്കൻഡറി +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത്. ഓക്കെ, അപ്പോൾ +2 ഉള്ള 18നും 26നും ഇടയ്ക്ക് പ്രായമുള്ള 18നും, അല്ലെങ്കിൽ OBC ആണെങ്കിൽ 18 to 29, SC ST ആണെങ്കിൽ 18 to 31 ഇടയ്ക്കുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. ശാരീരിക യോഗ്യതകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉയരം 168 സെന്റിമീറ്റർ, നെഞ്ചളവ് കുറഞ്ഞത് 81 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വികാസം ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികൾക്ക് 160 സെന്റിമീറ്ററും ഉയരവും 76 സെന്റിമീറ്റർ നെഞ്ചളവും മതിയാകും. 5 സെന്റിമീറ്റർ വികാസവും വേണം. അതുപോലെ തന്നെ കാഴ്ചശക്തി പരിശോധനയിൽ കൃത്യമായിട്ട് കാഴ്ചശക്തി പരിശോധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അപ്പം 6/6 തന്നെ വേണം എല്ലാത്തിലും. സമീപ കാഴ്ച 0.5 സ്ലെൻഡർ ആയിരിക്കണം ഉണ്ടാവുക. നമുക്ക് നേരത്തെ മുൻപ് പറഞ്ഞതുപോലെ തന്നെ 8ൽ 5 ഐറ്റംസ് ആണ് നമുക്ക് ഇവിടെയും സിവിൽ പോലീസ് ഓഫീസറിന് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള 8 എണ്ണത്തിൽ 5 എണ്ണം നമുക്ക് ക്ലിയർ ചെയ്തെങ്കിലേ നമ്മൾ എന്തിൽ കടക്കത്തുള്ളൂ, ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ. അപ്പൊ അതിന്റെ ടൈമിൽ മാത്രമേ മാറ്റമുള്ളൂ. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡ്, ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ, ലോങ് ജമ്പ് 487.20 സെന്റിമീറ്റർ, പുട്ടിംഗ് ദ ഷോട്ട് 7264 ഗ്രാം ഉള്ള പുട്ടിംഗ് ദ ഷോട്ട് 609.60 സെന്റിമീറ്റർ,
ത്രോയിങ് ദ ക്രിക്കറ്റ് ബാൾ 6096 സെന്റിമീറ്റർ, റോപ്പ് ക്ലൈംബിംഗ് കൈകൾ മാത്രം ഉപയോഗിച്ച് 365.80 സെന്റിമീറ്റർ, പുള്ളപ്പ് അഥവാ ചിന്നിങ് 8 തവണ 1500 മീറ്റർ 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് ഇതിൽ. നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോമും കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അടുത്ത മാസം ഡിസംബർ മാസം 14-ാം തീയതി വരെ അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക, പഠനം ആരംഭിക്കുക. പഠനം ആരംഭിക്കുന്നതിനപ്പുറം നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് ഇപ്പോഴേ ഒരുങ്ങുക. നന്നായിട്ട് നിങ്ങളൊരു സ്കോർ ചെയ്താൽ ഏകദേശം ഒരു 40-നൊക്കെ മുകളിൽ സ്കോർ ചെയ്യുവാണെങ്കിൽ, ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇനി അടുത്ത നോക്കാൻ പോകുന്ന ഏതാ, സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഫയർമാൻ ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. 900 to 63,700 എന്തിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ സാലറി സ്കെയിൽ വരുന്നത്. ഒഴിവുകളുടെ എണ്ണം പ്രതീക്ഷിത ഒഴിവുകളാണ്. ഈ വിജ്ഞാപന പ്രകാരം തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്ന തീയതി മുതൽ ഒരു വർഷം മാത്രമാണ് നിലവിലിരിക്കുന്നത്. ഈ ഒരു പോലീസും എക്സൈസും അതുപോലെ തന്നെ ഫയർമാനും എല്ലാം +2 ലെവൽ പരീക്ഷകൾ, അത്യാവശ്യം ഈ പറഞ്ഞ ഫോഴ്സ് പരീക്ഷകളിലെ എല്ലാ റാങ്ക് ലിസ്റ്റ് ഒറ്റ വർഷമാണ് പ്രാബല്യത്തിൽ ഉണ്ടാവുക. പ്രായപരിധി 18 to 26, OBC-ക്കാർക്ക് 29 വയസ്സ് വരെ, SC/ST-ക്ക് 31 വയസ്സ് വരെ കേട്ടോ. SC/ST-ക്ക് 31 വയസ്സ് വരെ. ഓക്കെ, +2 ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, +2 ആണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഇവർക്കും ശാരീരിക യോഗ്യതകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഉയരം 165 സെന്റിമീറ്റർ വേണം. പോലീസിന് അത് 168 ആണ്. പട്ടികജാതി വിഭാഗക്കാർക്ക് 160 മതി. തൂക്കം 50 കിലോ വേണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 48 മതി. നെഞ്ചളവ് 81 സെന്റിമീറ്റർ വേണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് 76 സെന്റിമീറ്റർ ഉണ്ടായാൽ മതി. നെഞ്ച് വികാസം 2 പേർക്കും 5 സെന്റിമീറ്റർ വീതം എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നീന്തലിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം കേട്ടോ. നീന്തലിലുള്ള പ്രാവീണ്യം തെളിയിക്കുന്നതിന് കമ്മീഷൻ ടെസ്റ്റ് നടത്തും കേട്ടോ. 2 മിനിറ്റിനുള്ളിൽ 50 മീറ്റർ നീന്തി പൂർത്തിയാക്കണം, അതൊരു ടെസ്റ്റ്. രണ്ടാമത്തത് നീന്തൽ കുളത്തിന്റെ ആഴം കൂടിയ ഭാഗത്ത് 2 മിനിറ്റ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവ്. അപ്പം അത്യാവശ്യം പ്രാക്ടീസ് ഉണ്ടാവണം. കൃത്യമായ പ്രാക്ടീസ് ഉള്ളവർക്കേ ഈ രണ്ടാമത്തെ ടെസ്റ്റ് ഒക്കെ പെട്ടെന്ന് വിജയിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രാക്ടീസ്, നിങ്ങൾ ഈ ഒരു ജോലി നോക്കുന്ന ആളുകളാണെങ്കിൽ നീന്തലിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കാഴ്ചശക്തി, അതിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പോലീസിലൊക്കെ പറഞ്ഞതുപോലെ 8 എണ്ണത്തിൽ നമ്മൾ 5 എണ്ണം എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫയർമാനകത്ത് വരുന്നത്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരിക്കും വരിക കേട്ടോ. സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് വരുന്നത്. ഇതിനും 14-ാം തീയതി വരെ, 14 ഡിസംബർ വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. 14 ജനുവരി വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൈസ് ഓഫീസറാണ്. ഇപ്പൊ നമ്മൾ നോക്കിയേ, എക്സൈസിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കാറ്റഗറി നമ്പർ 564/2025 ആണ് എക്സൈസിന്റെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ. ഡിപ്പാർട്ട്മെന്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ആണ്. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 27,900 to 63,700 ആണ് പേ സ്കെയിൽ വരുന്നത്. എല്ലാ ജില്ലകളിലുമാണ് കേട്ടോ. ജില്ലാടിസ്ഥാനത്തിലാണ് നിയമനം. ജില്ലാടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യാം, പഠിക്കാം. ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് പരിശ്രമിക്കാനും കഴിയും. ഇപ്പൊ നോക്കിയേ, നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടെ നോക്കാം. ഇതിനകത്തിൽ 19 to 31 വയസ്സ് വരെയാണ് ഈ ഒരു ഏജ് ലിമിറ്റ് വരുന്നത്. 19 to 31 ആണ്. OBC കാറ്റഗറിക്കാർക്ക് 34 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST വിഭാഗക്കാർക്ക് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണിത്. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ ഇതിനും ഫിസിക്കൽ ടെസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് പാസ്സാവണം കേട്ടോ. +2 ആണ് ഇതിന്റെയും ക്വാളിഫിക്കേഷൻ, +2 ആണ്. ഫിസിക്കൽ ടെസ്റ്റുകൾ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എല്ലാം വളരെ കൃത്യമായിരിക്കണം. നമ്മളത് നേരത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ ടെസ്റ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വളരെ കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഒരു എൻഡുറൻസ് ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റിന് മുന്നായിട്ടൊരു എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് പാസ്സായിരിക്കണം കേട്ടോ. മസ്റ്റ് ക്വാളിഫൈ ഇൻ ദ എൻഡുറൻസ് ടെസ്റ്റ് ഓഫ് കംപ്ലീറ്റിംഗ് 2.5 2.5 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് ഓടി എത്തുന്ന ഒരു എൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത്. ഫിസിക്കൽ ടെസ്റ്റിന് നമ്മൾ നോർമലി പറഞ്ഞിട്ടുള്ളത് 8 എണ്ണത്തിൽ 5 എണ്ണം
പാസ്സായിരിക്കണം, 8 5 പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഇതും എന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? 14 ജനുവരി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ +2 ലെവൽ പരീക്ഷകളുടെ പെരുമഴക്കാലമാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഒട്ടനവധി അവസരങ്ങളാണ് ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഏതിലെങ്കിലും ഒന്നിലെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിച്ചാൽ, നിങ്ങൾക്കറിയാം, ഇപ്പം VFA നമ്മൾ പഠിക്കുന്നു, അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGS പഠിക്കുന്നു, നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളൂടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്തുകൊണ്ടൊക്കെയോ നമ്മൾ എന്ത് ചെയ്യുന്നു, പുറകോട്ട്, നമ്മുടെ സ്ഥാനം പുറകിലായി പോകുന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടി കൃത്യമായിട്ട്, ഇപ്പം ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ വേണ്ടി ഒരുങ്ങുന്ന ആളാണ് നിങ്ങളെങ്കിൽ, 2026 ഇത്രയും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ജോലി ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യം. കാരണം ഇത്രയും നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ, ഏതെങ്കിലും ഒരു തസ്തികയിൽ, ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ ആദ്യ റാങ്കിൽ എത്തിപ്പെടാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് മടുക്കാതെ പഠിക്കുക എന്നുള്ളതാണ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം മാത്രമേ നമ്മളെ ലക്ഷ്യത്തിൽ എത്തത്തുള്ളൂ എന്നുള്ള കാര്യം, എത്തിക്കത്തുള്ളൂ. നിരന്തരമായ പരിശ്രമം മാത്രമേ നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മറന്നു പോകാതിരിക്കുക, കൃത്യമായിട്ട് പഠിക്കുക, അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഒരുങ്ങുക. ഓക്കെ, സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ഒക്കെ തയ്യാറാക്കി വെച്ച് കൃത്യമായിട്ട് പഠനം ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നു. 2026 നിങ്ങളുടെ ഒരു ജോലി, നിങ്ങളുടെ ഒരു സ്വപ്നം പൂർത്തീകരിക്കാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.